പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ മിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു തന്നെ മഹത്തായ സ്വഭാവം എന്നാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 68-ാമത്തെ അധ്യായം 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിൻ്റെ മേലാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാകുന്നതിന് മുമ്പ് മക്കക്കാർ നബിയെ അല്ലമീൻ, വിശ്വസ്തനെന്നും സ്വാദിഖ്, സത്യവാനെന്നും വിളിച്ചിരുന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഖുർആനായിരുന്നു എന്നാണ് മറുപടി പറഞ്ഞത്. അത് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസാണ്. എത്ര അർത്ഥമായ വാക്കുകളാണ് അവർ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്ന ഒരാൾ മാത്രമായിരുന്നില്ല. അതിലെ ഓരോ അധ്യായവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതിഫലിച്ചിരുന്നു. ഖുർആൻ ക്ഷമിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ക്ഷമിക്കുകയും കരുണ കാണിക്കാൻ പറഞ്ഞപ്പോൾ കരുണ കാണിക്കുകയും ഖുർആൻ സത്യം പറയാൻ പറഞ്ഞപ്പോൾ സത്യം പറയുകയും ചെയ്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളോടും സ്ത്രീകളോടും വയോധയരോടും ദരിദ്രരോടും അനാഥരോടും അഗതികളോടും മൃഗങ്ങളോടും വരെ അദ്ദേഹം കരുണ കാണിച്ചു. ഒരു കുട്ടി കരയുന്നത് കേട്ടിട്ട് ആ കുട്ടീൻ്റെ മാതാവിന് നിസ്കരിക്കാൻ നിൽക്കും മാതാവിന് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് വിചാരിച്ച് നിസ്കാരം ചുരുക്കിയിരുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരക്കുട്ടിയെ ചുംബിക്കുന്നത് കണ്ടപ്പോൾ ഒരാൾ അത്ഭുതപ്പെട്ടു പോയി. നബി അപ്പം തന്നെ പറഞ്ഞ്, നമ്മൾ കുട്ടികളെ ചുംബിക്കലും അവരോട് കരുണ കാണിക്കലും അവരുടെ കൂടെ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിയാക്കി കൊടുക്കലും ഒക്കെ ഒരു സുന്നത്തിൻ്റെ ഭാഗമാണ്. നാം കരുണ കാണിക്കാത്തവരോട് നമുക്ക് കരുണ കാണിക്കപ്പെടുകയില്ല എന്നും അള്ളാഹു പറഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കും ലോകത്തുള്ള എല്ലാവർക്കും നബി ഏറ്റവും വലിയൊരു തൃപ്തിപ്പെട്ട ഒരാളായിരുന്നു. മനുഷ്യന്മാരോട് വിനയത്തോടു കൂടിയും നല്ലതോടു കൂടിയാണ് പെരുമാറിയിരുന്നത്. രാജാക്കന്മാരെ പോലെ ഒരു ഭാഗത്ത് ഇരിക്കലല്ലായിരുന്നു നബി. സഹാബികളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുകയും അതിനുള്ള പ്രതിവിധികൾ കാണുകയും അതുപോലെ തന്നെ അവരെ കൂടെ ഭക്ഷണം കഴിക്കുകയും അവർക്ക് വേണ്ട ജോലികൾ ചെയ്തു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിലും പല ജോലികളും നബി ചെയ്തിരുന്നു. വീട്ടിൽ എല്ലാവരെയും സഹായിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടത്തെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.